സ്നേക്ക് ലൈവ് എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ, എനിക്കെന്തുകൊണ്ട് ചെയ്തുകൂടാ? കുട്ടികളെ പല ചാനലുകളും ലൈവിൽ കാണിക്കുന്നുണ്ട്, അവരുടെ ചാനൽ പോകുന്നില്ല, പിന്നെ ഞാനെന്തിനു പേടിക്കണം? പുതിയ പോളിസി അനുസരിച്ച് കുട്ടികളുടെ കൂടെ ഒരു മുതിർന്ന ആളുണ്ടെങ്കിൽ ലൈവ് ചെയ്യാമോ? ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ലൈവ് സ്ട്രീമിങ്ങിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ പുതിയതായിട്ട് ചാനൽ തുടങ്ങുന്ന ഫ്രണ്ട്സിന് എല്ലാവർക്കും ഒരു സംശയമൊക്കെ ഉണ്ടാവും. നമ്മൾ ലൈവ് ചെയ്യേണ്ടതുണ്ടോ? ഷോർട്സ് ഇട്ടാൽ മതിയോ? വീഡിയോ ഇട്ടാൽ മതിയോ? അതോ ലൈവ് ചെയ്യണോ? അത് വേണമെന്ന്. പക്ഷേ നമ്മൾ വീഡിയോ ലൈവ് അതിൻ്റെ ആ ഒരു വാച്ച് അവർ വെച്ചിട്ട് നമുക്ക് മോണിറ്റൈസേഷൻ ആവാനായിട്ട് കുറച്ച് എളുപ്പമാണ് കേട്ടോ. വാച്ച് അവർ ലൈവും വീഡിയോയും വെച്ചിട്ട് മോണിറ്റൈസേഷൻ ആവാൻ. ഷോർട്സ് വെച്ചിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. എന്താണെന്ന് വെച്ചാൽ ഇത്തിരി വൈറലാവണം ഷോർട്സ് വെച്ചിട്ട് നമുക്ക് മോണിറ്റൈസേഷൻ ആവണമെങ്കിൽ. വാച്ച് അവർ വെച്ചിട്ടാണ് നമ്മൾ മോണിറ്റൈസേഷൻ ആവണമെങ്കിൽ അതിൽ 365 ദിവസം കൊണ്ട് നമുക്ക് 4000 മണിക്കൂറാക്കി എടുത്താൽ മതി. അത് വീഡിയോ ലൈവ് വെച്ച് നമുക്ക് ചെയ്യാം. 365 ദിവസത്തിൽ 4000 മണിക്കൂർ. നേരെ മറിച്ച് ഷോർട്സ് വെച്ചിട്ടാണ് നമ്മൾ മോണിറ്റൈസേഷൻ ആവണം. അത് നല്ല പോലെ വൈറലാവണം. അതായത് 10 കോടി ആളുകൾ നമ്മുടെ ഷോർട്സ് ഒന്ന് വാച്ച് ചെയ്യണം. 90 ദിവസത്തിൽ നമ്മുടെ കണ്ടാൽ മതി. അത് വാച്ച് അവർ അല്ല, വ്യൂസ് കിട്ടിയാൽ മതി. 10 കോടി ആളുകൾ നമ്മുടെ ഷോർട്സ് കാണണം 90 ദിവസത്തിൽ. അത് ഇത്തിരി ടഫാണ്. അതാണ് പറ്റില്ല എന്നല്ല, അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്. അത് ഷോർട്സ് നമ്മൾ അതുപോലെയുള്ള ഷോർട്സ് ഇടുക, അത് വൈറലാവണം. ഇത് രണ്ടും വെച്ച് നോക്കുമ്പോൾ നമുക്ക് കൂടുതൽ എളുപ്പം 365 ദിവസത്തിൽ 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആവുന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ ലൈവ് ചെയ്യുന്നത്. ലൈവും വീഡിയോ ഒന്നിച്ചാണ് വാച്ച് അവറിൽ പോകുന്നത്. ലൈവും വീഡിയോയുമാണ് ഒന്നിച്ച്. അപ്പോൾ ലൈവ് ചെയ്യാം. ലൈവ് രണ്ട് ലൈവൊക്കെ വെച്ച് ഒരു ദിവസം ചെയ്താലും നമുക്ക് അത്യാവശ്യത്തിനുള്ള വാച്ച് അവർ കിട്ടും. പക്ഷേ ഈ ലൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. പല കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈവ് സ്ട്രീമിംഗ് തന്നെ ഡിസേബിൾഡ് ആവും. ചാനൽ തന്നെ ടെർമിനേറ്റ് ആവാനും സാധ്യതയുണ്ട്. അതാണ് ഈ ലൈവ് സ്ട്രീമിംഗ് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യം. പോരാത്തതിന് ഇപ്പോൾ ജൂലൈ 22 പ്രാബല്യത്തിൽ വരുന്ന കുറച്ച് പോളിസി ഉണ്ട് യൂട്യൂബിൻ്റെ. അപ്പോൾ അത് നിലവിൽ വരും. അപ്പോൾ അത് നേരത്തെ അറിഞ്ഞിരിക്കുക. അത് നിലവിൽ വന്നു കഴിഞ്ഞ് ആ സംഭവം നമ്മൾ ലൈവുകളിൽ ആവർത്തിക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ യാതൊരു വാണിങ്ങും കൂടാതെ യൂട്യൂബ് നമ്മൾ ചാനൽ ടെർമിനേറ്റ് ചെയ്ത് കളയുന്നതാണ്. അതുകൊണ്ട് അത് പോളിസികൾ കറക്റ്റായിട്ട് നോക്കുക. പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിലാണ് ഈ പോളിസി. ഇപ്പോൾ ഒരു ന്യൂ അപ്ഡേഷൻ വന്നിരിക്കുന്നത് കുട്ടികളുടെ കാര്യത്തിലുള്ളതാണ്. നേരത്തെ മുതൽ തന്നെ എല്ലാവർക്കും അറിയാം കുട്ടികളെ ലൈവിൽ കാണിക്കാൻ പാടില്ല എന്നുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ കുട്ടികൾ കരയാൻ പാടില്ല. അതുപോലെ കത്രിക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുട്ടികളെ കയ്യിൽ പിടിച്ചിട്ടുള്ള രീതിയിൽ കാണിക്കാനേ പാടില്ല. അതിപ്പോൾ പാരൻസിൻ്റെ കൂടെ ആണെങ്കിൽ പോലും കാണിക്കാൻ പാടില്ല. ചിലപ്പോൾ അവർ കളിക്കുന്നതായിരിക്കും, നമ്മൾ ശ്രദ്ധിക്കത്തില്ല. പുറകിലിരുന്ന് കളിക്കുന്നതായിരിക്കും. അവിടെ എന്തെങ്കിലുമൊക്കെ വെച്ച് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും കാണും. ലൈവിൽ വരുമ്പോഴത്തേക്ക് അത് വിഷയമാവും. കുട്ടികളെ അഥവാ കാണിച്ചാൽ മുതിർന്ന ഒരാളുടെ കൂടെ കാണിക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു നേരത്തെ ആ ഒരു പോളിസി. പക്ഷെ ഇപ്പോൾ കുറച്ചുകൂടി ഒരു ഇത് വന്നത് എന്താണെന്ന് വെച്ചാൽ 2025 ജൂലൈ 22 ഇത് പ്രാബല്യത്തിൽ വരും. 13 വയസ്സിന് മുകളിലോട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ലൈവ് ചെയ്യാം, അങ്ങനെയൊക്കെ ആയിരുന്നു നേരത്തെ പോളിസി. പക്ഷേ ഇപ്പോൾ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ 16 വയസ്സിന് മുകളിലോട്ട് ആക്കിയിട്ടുണ്ട്. അവർക്ക് മാത്രമേ ലൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അതും 18 വയസ്സിന് മുകളിലുള്ളവരുടെ അക്കൗണ്ട് ആയിരിക്കണമെന്നും അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. 18 വയസ്സിന് മുകളിൽ ഉള്ള ഒരാളുടെ അക്കൗണ്ട് ആയിരിക്കണം. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ 16 വയസ്സിന് മുകളിലുള്ളവർക്ക് ലൈവ് ചെയ്യാം. കൂടെ ഒരു മുതിർന്ന ഒരാൾ ഉണ്ടായിരിക്കണം. 18 വയസ്സിന് മുകളിലുള്ള ഒരാളുടെ അക്കൗണ്ടും ആയിരിക്കണം അത്. ഇങ്ങനെ തന്നെയാണോ നിങ്ങളുടെ ചാനൽ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. കുട്ടികളുള്ളവർക്കാണ് ഇങ്ങനൊരു വിഷയം വരുന്നത്. ഓക്കെ, ആദ്യം വാണിംഗ് ആയിട്ട് ചിലപ്പോൾ കമൻറ്റ് സെക്ഷനൊക്കെ ഓഫ് ആക്കും. തുടർച്ചയായിട്ട് നമ്മളിത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയെന്നുണ്ടെങ്കിൽ യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ ചാനൽ ടെർമിനേറ്റ് ആയി പോകും. പിന്നെ നമുക്ക് അപ്പീൽ കൊടുക്കാം. അപ്പീൽ കൊടുത്താലും വലിയ ഇതുണ്ടാവുന്നൊന്നുമില്ല. എന്ന് വെച്ചാൽ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടി വരും. നമ്മൾ വലിയ മുതിർന്ന ഒരാളാണ് ലൈവ് ചെയ്തതെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ ഓക്കെ, ചാനൽ തിരിച്ചു കിട്ടും. അല്ലെങ്കിൽ പോകും ചാനലിൽ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ കുട്ടിയും നമ്മളും ഒരുമിച്ച് നമ്മൾ ലൈവിൻ്റെ ആ സ്ക്രീനിൽ വരുമ്പോൾ ആ സ്ക്രീനിൽ മറ്റ് വയലേഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള യാതൊരുവിധ സാധനങ്ങളും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ കത്രിക, ബ്ലേഡ്, സൂചി, നമ്മൾ ചെയ്യുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുട്ടികളുമായിട്ട് നമ്മൾ ചെയ്യുന്ന ആ ബാക്ക്ഗ്രൗണ്ടിൽ സ്വിച്ച് ബോർഡ് പോലും കാണാതിരിക്കുക. അതാണ് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പോളിസികളാണ്
എന്നിട്ട് ഈ കുട്ടികളെ കാണിക്കരുത് എന്നിട്ടുള്ള ഈ പോളിസി നിലനിൽക്കുമ്പോൾ പോലും ഇഷ്ടംപോലെ പേര് കുട്ടികളെ കാണിക്കുന്നുണ്ട്. അവർ പറയുന്നത് നമുക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പം സംഭവിച്ചിട്ടില്ല എന്നുള്ളത് അത് വെറും അത് ചിലപ്പോൾ ചില യാദൃശ്ചികമായിട്ട് രക്ഷപ്പെട്ടു പോകുന്നതാണ്. എപ്പോൾ വേണമെങ്കിലും പണി കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു നൂലുമ്മേൽ കളി നമ്മൾ നടത്താതിരിക്കുക, അതായിരിക്കും നല്ലത്. ഇങ്ങനെ എന്തെങ്കിലും പോളിസി വയലേഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്തിട്ടായിരിക്കും യൂട്യൂബ് വാർണിംഗ് തരുന്നത്. അത് നമ്മൾ വീണ്ടും ആവർത്തിക്കാന്നുണ്ടെങ്കിൽ ടെർമിനേറ്റ് ആയി പോകും എന്നുള്ളതാണ് പോളിസി. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ നമ്മൾ കഷ്ടപ്പെട്ടൊരു ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുമല്ലേ. ഒരാൾക്ക് അത് കാണിച്ചൊന്നും സംഭവിച്ചില്ല എന്ന് പറഞ്ഞ് നമ്മളൊരു റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. നമ്മൾ പോളിസി അനുസരിക്കുക, അത്രയേ ഉള്ളൂ. മറ്റുള്ളവരെന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. കളിയാക്കുന്നവരുണ്ട്, അതാണ് പറഞ്ഞത്. പിന്നെ ഈ സ്നേക്ക് ലൈവ് ചെയ്യുന്നത്, സ്നേക്ക് കാസ്റ്റ് ലൈവ് ചെയ്യുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ആ വാർണിംഗ് മെസ്സേജ് ഗൂഗിളിൻ്റെ സെൻസിറ്റീവ് കണ്ടൻ്റ് ആണ് എന്നുള്ള ഒരു വാർണിംഗ് മെസ്സേജ് കണ്ടിട്ട് സ്ട്രൈക്ക് അടിച്ചത് ഇത് നേരിട്ട് കണ്ടിട്ടുള്ളതാണ് ഞാൻ. അപ്പോൾ അത് എല്ലാവർക്കും അതാ വിഷയം ഉണ്ടാവുന്നില്ല, അതാണ് പ്രശ്നം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, നമുക്കത് വിഷയമാവോ ഇല്ലയോ എന്ന് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് മാക്സിമം നമ്മൾ പോളിസി അനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം. പിന്നെ ഒറ്റ കാര്യം കൂടി ശ്രദ്ധിക്കണം. നമ്മൾ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് കൊടുക്കുന്ന ഓപ്ഷനിൽ നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ്, അത് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് തന്നെ കൊടുത്തിട്ടുള്ളത് എന്ന് ഉറപ്പ് വരുത്തുക. അതിലേതെങ്കിലും ഒരെണ്ണം ഓപ്ഷൻ എന്തായാലും അത് കൊടുത്താലേ നമുക്ക് ലൈവ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് തന്നെ കൊടുക്കുക, സെക്കൻഡ് ഓപ്ഷൻ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്. ബൈ ബൈ, സി യു.